ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് മമ്മി ചവ്വരി കൊണ്ടിട്ട് ഒരു സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഒരു വൈൽഡ് വെറൈറ്റി ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഡിഷ് എന്നാണ് നമ്മൾ ഈ ചവ്വരി ഒന്ന് കഴുകി കഴിഞ്ഞപ്പോഴേ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി ഒരു കപ്പ് ചവ്വരി ഉണ്ട്. ഇത് നല്ലപോലെ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി വാരി തോർത്തിയെടുക്കണം. അത്ര ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്കിതിനെ ചെയ്യാൻ. ബാക്കി നമുക്കിത് കഴുകി വാരി ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത് കഴുകട്ടെ, വൃത്തിയാക്കി എടുക്കണം. കണ്ടോ, ഇനി ഈ വെള്ളം നമുക്കങ്ങ് ഊറ്റി അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാം, അല്ലെങ്കിൽ വേറെ ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇതിവിടെ വെക്കുവാണ്. അന്ന് ഇച്ചിരി കഴിഞ്ഞ് വെള്ളം പോയിട്ട് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കതെടുത്ത് പാകം ചെയ്യുന്ന വിധം ഞാൻ അപ്പം ഞാൻ ഈ സാധനങ്ങൾ ഇത് കണ്ടോ, ഒന്നേന്ന് തുടങ്ങാം. തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഈ മല്ലിയില, കറിവേപ്പില, ഉള്ളി, ക്യാരറ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു സാധനം ചേർത്തിട്ടില്ല. എന്നാ വെച്ചാൽ ക്യാപ്സിക്കം വേണം. അത് വേണമെന്നില്ല, ഉള്ളവർക്ക് അത് ചേർക്കാം. പിന്നെ ഉഴുന്ന് പരിപ്പ്, കടുക്, വെളിച്ചെണ്ണ, പിന്നെ ഇത് ചവ്വരി. ഈ ചവ്വരി കണ്ടോ, നമ്മളത് വെള്ളത്തിലിട്ട് വാരി വെച്ചിരുന്നതാണ്. ഇത് കണ്ടോ, അതിനെ ഒന്നിലൊന്ന് തൊടാതെ ഇരിക്കും. അത് ഇനി നമുക്ക് അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ ഈ സാധനം ഈ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൊള്ളാവുന്ന ഒരു സാധനമാണ് ഈ ചവ്വരി. ഈ ചവ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല സാധനം കേട്ടോ. ഇത് പഴയ കാലത്ത് ഈ നമ്മുടെ കപ്പയുടെ നൂറ് എടുത്ത് ആൾക്കാർ ഇത് ചെയ്തവർക്ക് എടുക്കണതാണ്. നമുക്കറിയില്ല ഇതെങ്ങനെ ഉരുട്ടിപ്പറക്കി എടുക്കണമെന്നൊന്നും. പക്ഷേ ഇത് ഈ പഴയ കാലത്ത് കുഞ്ഞു പിള്ളേർക്കുണ്ടല്ലോ, ഈ പാല് കുടിക്കാൻ ഇല്ലാത്ത പിള്ളേർ നമ്മളിതെടുത്ത് തിളപ്പിച്ച് ഇത് ഊറ്റി കുപ്പിക്കകത്ത് പഞ്ചസാരയും അല്ലെങ്കിൽ കൽക്കണ്ടോ എന്തെങ്കിലും ഇട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ പിള്ളേർ വളരും. അതുപോലെ നല്ല സാധനമാണിത്. ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ കുഞ്ഞിലെ അതുപോലെ തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പഴയ കാലത്ത്. പലഹാരങ്ങളുണ്ടാക്കാനും ഉപ്പുമാവ് ഉണ്ടാക്കാനും എല്ലാം നല്ലതാണ്. പണ്ടൊക്കെ ഞങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ടും ഉള്ളതുമാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് നമ്മളിത് ഉണ്ടാക്കുവാണേ. ഇനി കിടക്കുവാണ്. കടുകിടാം. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് 5-6 ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടും ഉഴുന്ന് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, ഇത് മല്ലിയില. നമ്മുടെ നാടൻ ഇവിടെ പറമ്പിൽ നിൽക്കുന്ന മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയും. പിന്നെ സവോള, ക്യാരറ്റ്. അതിനകത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കാത്തത് ക്യാപ്സിക്കം മാത്രം എൻ്റെ കയ്യിലില്ല, അത് ഞാൻ ചേർത്തിട്ടില്ല. ഉള്ളവർക്ക് അത് ചേർക്കാം. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നമ്മൾ അത് സെർവ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടാവും. അല്ലാതെ ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ ഇതിന് മുമ്പേ ഉണ്ടാക്കിയപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് നോക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുള്ളവർക്ക് അത് ചേർക്കാം. ഒരു ഭംഗിക്കാണ് നമ്മളത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇത് നമ്മളുണ്ടല്ലോ, ഇത് അടുപ്പത്തിട്ട് ഇത് ആറായി കഴിയുമ്പോഴത്തേക്ക് നല്ല ബൾബ് പോലെ തെളിഞ്ഞിരിക്കും. ഈ പിള്ളേർക്ക് നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അത് കാരണം അവർ കഴിച്ചോളും. പിള്ളേർക്ക് ശരീരത്തിന് നല്ലതുമാണ്. നല്ല ഗുണകരമായ സാധനമാണ് ചവ്വരി. പണ്ട് ഞാനിതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളതാണ്.
നല്ല ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും ഉപ്പ്. നല്ല രുചിയാട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി. ഇതിനകത്ത് വേറെ നമുക്ക് ബുദ്ധിമുട്ട് ഒരു പണിയില്ല. രാവിലെ ഇതൊന്ന് ഇച്ചിരി വെള്ളത്തിലിട്ട് കഴുകി വാരി അങ്ങ് വെക്കണം. അത് ഫ്രിഡ്ജിന് സൗകര്യം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അതല്ലെങ്കിൽ നമുക്ക് കഴുകി വാരി അങ്ങ് വെക്കണം. ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത് നന്നായിട്ടിരിക്കും. അപ്പോൾ അത് എടുത്തിട്ടാൽ മതി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ച് കൊടുക്കണമെങ്കിൽ നമ്മളത് അടുപ്പത്തിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം പോലെയാവും. എന്നിട്ട് അരിപ്പ കൊണ്ട് അരിച്ച് അതിനകത്ത് കൽക്കണ്ടോ പഞ്ചസാരയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശകലം ചേർത്ത് അവർക്ക് കൊടുത്ത് നോക്കിക്കുക. ഒരു 15 ദിവസം കൊടുത്തു കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങളൊക്കെ നല്ല മുടുമുടാന്നായിരിക്കും. നല്ലതാണ്, വണ്ണവും വയ്ക്കും, പിള്ളേർ വലുതാവുകയും ചെയ്യും. എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അറിയാവുന്നവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ അങ്ങിട്ട് കൊടുക്കാം. ഇതുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങിട്ട് കൊടുക്കാം. അല്ലേ ചൗവരി നമുക്കതിലേക്കിടാം. നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ആവി ഇറങ്ങി ചൗവരി ഉപ്പുമാവ് റെഡിയായി. ഇത് കണ്ടോ, ആയ് സൂപ്പർ. കഴിച്ചു നോക്കിയാൽ പിന്നെ ഇച്ചിരി എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം അതിന്. ഭയങ്കര രുചി, അത് പറഞ്ഞറിയിക്കാൻ പാടില്ല. അതുപോലത്തെ ടേസ്റ്റാട്ടോ ഇതിന്. ഗൈസ് ഇത് വായിലിടുമ്പോൾ നമുക്ക് റബ്ബറൊക്കെ പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് നല്ല ഒരു അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ ചൗവരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല അസാധ്യ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.